ഇതാണ് സുക്കണി. ഇത് 2 ദിവസമായുള്ളത്. ബട്ടർനട്ട് എടുത്ത് പിന്നെ പച്ചക്കറികളും വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് ഇത് കൊച്ചിന്. അത് കുറേ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. തുടക്കമായിട്ടുള്ളത് ഇത് പാണ്ടൻ പയറെന്ന് പറയും. വളരെ രുചികരമാണ്, അധികം ഉണ്ടാകുകയും ചെയ്യും. ഷായിച്ചേട്ടാ, നമ്മളിപ്പോൾ ഇന്ന് എങ്ങാടാ വന്നിട്ടുള്ളത്? നമ്മളിന്ന് ഒരു മികച്ച കർഷകരുടെ വീട്ടിലാണ്. തോപ്പുംപടി മുണ്ടമ്പേലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുത്തെ ഒരു കൃഷി രീതികളൊക്കെ ഒന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതെ, നമുക്കപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ പേരെന്താണ്? അത് ലോട്ടസ് നെപ്പോളിയൻ എന്നാണ് കർഷകയുടെ പേര്. പുള്ളിയുടെ പേര് ലോട്ടസ് നെപ്പോളിയൻ. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ വിദേശികളാണെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. അതൊന്നും വേണ്ട. നമ്മുടെ ഇവിടെ തന്നെ പണ്ട് മുതലേ ജനിച്ചു വളർന്ന ഒരു കുടുംബം ആണ് നമ്മുടെ ഈ കൊച്ചിക്കാരാണ് ലോട്ടസ് നെപ്പോളിയൻ അല്ലേ? അപ്പോൾ ഇതാണ് അവരുടെ വീടല്ലേ ഷായിച്ചേട്ടാ? ഇതാണ് ഈ ലോട്ടസ് നെപ്പോളിയൻ്റെ വീട്. കുറച്ച് കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷേ പലർക്കും അധികം സ്ഥലം ഉണ്ടെങ്കിലും കൃഷി ചെയ്യാൻ മനസ്സില്ല. ഇതങ്ങനെയല്ല, പണ്ട് മുതലേ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി അവരെ വിളിക്കണമല്ലേ? അപ്പോൾ നമുക്ക് അവരെ വിളിക്കാം. ഹലോ, നമസ്കാരം. ഇതാണ് ഈ വീടിൻ്റെ ഉടമസ്ഥ. ഞങ്ങൾ നിങ്ങളുടെ കൃഷിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അതിന് പറഞ്ഞാൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ മൈക്ക് തരേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പണ്ടുപോലെ ഇവിടെ താമസമുള്ളതാണോ? പണ്ട് മുതലാണ്. നിങ്ങൾ കൊച്ചിക്കാരാണ്? ഞങ്ങൾ കൊച്ചിക്കാരായിട്ട് ഈ ഇവിടെ തന്നെ താമസിക്കുന്നതാണ്. അത് ശരി. ഇവിടെ എന്തൊക്കെ കൃഷിയുണ്ട് പുള്ളിക്കാരത്തി? ഇവിടെ എന്തില്ലാന്ന് ചോദിച്ചാൽ മതി. എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ്, അതായത് ഡ്രാഗൺ ഫ്രൂട്ട്, അവക്കാഡോ, ലോഗൻ, പിന്നെ എല്ലാ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ലൊള്ളുവിക്ക മുതൽ പേര, 3-4 തരം ജാമ്പകൾ, പിന്നെ പച്ചക്കറികൾ, പാവല്. അതിപ്പോൾ ഇന്നാണ് കണ്ടത്. നമസ്കാരം. ഷായിച്ചേട്ടൻ മൈക്കൊക്കെ കൊടുത്ത് രണ്ടുപേർക്കും മൈക്കൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിർത്തിയേക്കണം. ഇത് ഓണത്തിന് സ്പെഷ്യലാണോ? ഓണത്തിന് ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്താണ് കൃഷിഭവനിൽ നിന്ന് തന്നതാണ്. ആണോ? പക്ഷെ ഞാൻ പല വീട്ടിലും പോയി ഇത്രയും വളർന്നിട്ടില്ലല്ലോ. വളം കൊടുത്തതിൻ്റെ അവർ ഭക്ഷണം കൂടുതൽ കൊടുത്തപ്പോൾ അവർ കൂടുതൽ തല തന്നതാണ്. അതായത് പൂവിന് നല്ല കനമാണ്. മാരിഗോൾഡ്, ആഫ്രിക്കൻ മാരിഗോൾഡിൽപ്പെട്ട ഇനത്തിൽപ്പെട്ടാണ്. അപ്പോൾ നല്ല പെറ്റൽസ് കണ്ട, ഒരുപാട് വലിപ്പമുണ്ട്. ഇതിനകത്ത് മഴവെള്ളം വീഴുമ്പോൾ ഇതിന് കട്ടിയില്ല, ഈ നെറ്റിന് കണ്ടാ. നമുക്ക് ആദ്യം പച്ചക്കറി ഇതിലേക്ക് പോവാം. ഏതായാലും ഓണത്തിനുള്ള പൂവായി. ഇനി ഓണസദ്യക്ക് വേണ്ടിയുള്ള പച്ചക്കറിയൊക്കെ നോക്കാൻ പോകാം. അതായത് ഇവിടെ ഞങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നപ്പോഴേ മിക്കപ്പോഴൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പോടനുബന്ധിച്ച് എന്തോ മീറ്റിങ്ങിനും കാര്യത്തിനൊക്കെ മിക്കപ്പോഴും വരും ഇവിടെ. കാരണം ഇവിടെ നമുക്കൊരു സ്വന്തം വീടിൻ്റെ പ്രതീതിയാണ്. എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിലും എടുക്കുക, പോവുക, സംസാരിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇതുപോലെ തന്നെ പീച്ചിങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ ഒക്കെ ഉണ്ടാവും, പടവലങ്ങ. ഇപ്പോൾ മാത്രം ഒരു കുറവാണ്, മഴയുടെ പ്രശ്നം കാരണം തോന്നുന്നു. അതിനോടനുബന്ധിച്ച് ഞങ്ങൾ പോകുമ്പോൾ വണ്ടിയിലൊക്കെ മൂപ്പായിട്ടില്ല, കുറച്ചും കൂടി വണ്ണം വെക്കും, നീളം വെക്കും. ഇല്ല, അതിലും മൂത്തതോടെ ഉണ്ട്. അത് ഒരു 3/4 കിലോ ഉണ്ടാവും ഒരെണ്ണം, മൂക്കാതെ തന്നെ. ഞാൻ മിനിഞ്ഞാന്ന് എടുത്തത് അത്രയും ഉണ്ടായിരുന്നു, 3/4 കിലോ. ഇതിപ്പോൾ 2-3 ദിവസമേ ഉള്ളൂ. പിന്നെ നമ്മുടെ മഞ്ഞൾ, അത് കുറ്റിയമര അല്ലേ? ഇത് കുറ്റിയമര. മഞ്ഞൾ കഴിഞ്ഞ കൊല്ലം നട്ടിട്ട് എനിക്ക് 33 കിലോ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഗ്രോ ബാഗിൽ ഇത്രയും തന്നെ നട്ടു. ഈ കൊല്ലം അത്രയും കാണുമെന്ന് തോന്നണില്ല. പുറത്ത് വരണ്ട്. ഇനിയിപ്പോൾ വളവിടന്തില്ല കൂട്ടിയിട്ടൊക്കെ. സാധാരണ ഏതിനാണ്? പ്രതിഭ മഞ്ഞളിന് കുറുക്കുമീൻ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതുമാത്രമല്ല കളറ്, പൊടി അധികം ഉണ്ടാവും. അതാണ് കാർഷിക കോളേജ് ശുപാർശ ചെയ്യണത്. അതിൻ്റെ കളറിന് നല്ല വ്യത്യാസമുണ്ട്, മറ്റേ കളറിനൊക്കെ വ്യത്യാസമുണ്ട്. ഇത് പാണ്ടൻ പയറെന്ന് പറയും. ഇത് വളരെ രുചികരമാണ്, അധികം ഉണ്ടാകുകയും ചെയ്യും. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്, ഒരു ഹരിത കേരളം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് വിത്ത്. ഇവിടെ അങ്ങനെ അധികം പ്രാബല്യത്തിലും ആയിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇവർക്കൊക്കെ കുറേശ്ശെ കൊടുത്തു. അത് നട്ടിങ്ങനെ നല്ലതാണിത്. പാണ്ടൻ പയർ എടുത്തത് കറി വെക്കാണ്ട് ഞാൻ ഒടിച്ചോടെ വെച്ചേക്കണം. ഇന്നലെ എടുത്തതാണ് ഇതിനകത്തുനിന്ന്. അതാണ് ബാക്കി ഇപ്പോൾ ഈ 2 ഉള്ളു. തക്കാളി ഇത് ഹൈറ്റ് വെക്കണ സാധനമാണിത്. കൊറേ പൊക്കം വെക്കും. ഇത് കായപ്പോ ഏതിനാണെന്ന് ഈ ബയോട്ടേന്ന് മേടിച്ചോണ്ട് തന്നെയല്ലേ, എനിക്കറിയില്ല അത് അവര് എന്തൊക്കെയാണ്. അത് സാധാ വണ്ടി. ഇവിടെ പാവക്ക ഉണ്ട് കേട്ടാ. പാവക്കല്ലേ ഇതാണൊരു സാധനം. ചതുരപ്പയർ, വയലറ്റ് ചതുരപ്പയർ.
അത് കുറേ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. തുടക്കമായിട്ടുള്ളത് പൂവൊക്കെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോണേ, മഴ കൊണ്ടിട്ടെല്ലാം തല്ലിപ്പോ. ഇരിക്കണ രണ്ടെണ്ണം രണ്ട് എല്ലാം ഏകദേശമൊക്കെ എല്ലാം ഒരേ സമയത്താണ് നട്ടത്. ഇതിപ്പോ അതേ കൃഷിഭവനിൽ നിന്ന് ഇപ്പൊ ഈ ചിങ്ങം ഒന്നിന് കിട്ടിയതാണ് ഈ നിക്കണത്. തക്കാളിയും കൊത്തവരയും വഴുതനുണ്ട്. അതാണ് മറ്റേ ഇത് പ്രീതിയാണല്ലോ. എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ മേടിക്കും നടും. ഇതിനൊക്കെ കവർ ഇട്ട് വെച്ചതാണെന്നോ? കവർ ഇട്ടിട്ട് നമ്മള് വീഡിയോ ചെയ്യണ സമയത്ത് ഊരിയുള്ളൂ. കാരണം കവർ ഇട്ടില്ലെങ്കിൽ ഈ ക്ലാമറൊന്നും ഉണ്ടാവില്ല, കായ്ച്ച തരൂല്ല ഈ ക്ലാമർ. പിന്നെ അതാണ് പൂടക്കിഴങ്ങാണത്, നനകിഴങ്ങെന്നും പറയും പൂടക്കിഴങ്ങെന്നും പറയും. ഇത് ഈ കാച്ചിലല്ലേ? ഇത് കാച്ചിലല്ല, നനകിഴങ്ങെന്ന് പറയും. നനകിഴങ്ങ് നമ്മുടെ ഈ കടയിൽ പണ്ട് അത് നവംബറിലാണ് പറിക്കണത്. അതിന് മുള്ളുണ്ട് കേട്ടാ. മുള്ളുണ്ടല്ലേ? പൂടക്കിഴങ്ങ് അല്ലേ? പൂടക്കിഴങ്ങ് നല്ല മുള്ളുണ്ട്. ഇനി അത്യാവശ്യം മുള്ളുണ്ട്, കൈയൊക്കെ പോകും. ചുമയുടെയൊക്കെ മരുന്നിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണിത്. മത്തന് തൂക്കിയിട്ടേക്കണ മത്തൻ അങ്ങനെ സാധാരണ രീതിയിൽ നമുക്ക് കാണാറില്ലല്ലോ. ഇത് ചെറുതാണോ മത്തൻ? വലുതാവൂലേ? വലുതാവുന്നു. ഇതാണ് ഇത്തിരി വലുത്. ഇതിപ്പോ ഒരു 2-3 ആഴ്ച ആയിട്ടുള്ളത്. അല്ല അതല്ല, മത്തൻ ഇപ്പൊ വലിയ മത്തനാവൂലേ ഇത്? അത് ഒരുപാട് വലിയ മത്തനല്ല ഇത്. ഇത് കണ്ട, ഇതിനെക്കാളും കുറെ ഇത്തിരിയും കൂടി വലുതാവുള്ളത്. അത്രേ ആവുള്ള? ഓ, വെണ്ട നിങ്ങൾ എല്ലാ ദിവസവും എടുക്കേണ്ടി വരുമല്ലേ? ഇത് ഇന്നിപ്പോ എടുക്കണം, ഇന്നലെ എടുത്താണ്, ഇന്നിപ്പോ എടുക്കണം. മഴ വീണ് കഴിഞ്ഞു. പിന്നെ ഇവിടെ സുക്കുണി ഉണ്ട്. സുക്കുണി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. സുക്കുണി എവിടെ? ഇരിക്കണം, ഇന്ന് വിടർന്ന പൂവാണിത്. ഇരിക്കണം, ഇതാണ് സുക്കുണി. ഇത് 2 ദിവസം ആയുള്ളത്. കൊറേ വലുതാവും. ഇത് അല്ല വെള്ളരിക്ക പോലെ കുക്കുംബർ പോലെ തന്നെ ഇരിക്കും. പക്ഷെ ഇത് വെള്ളയാണ്. 3 തരമുണ്ട്, പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ഇതുണ്ട്. ഇപ്പൊ ഒരെണ്ണ ഞാൻ നട്ടിട്ടുള്ളു. ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യൂലേ, അതിന്റെ കൂട്ടത്തില് അതിന്റെ ഒപ്പം തന്നെ ചെയ്തെടുക്കണത് ആണല്ലേ. പിന്നെ ഇതൊരു വെറൈറ്റി പാവക്കയാണ്. ഈ കുഞ്ഞു പാവക്കയാണെങ്കിലും കുറച്ചുകൂടി ഇത് വലുതാവും കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന പോലെ എരുമപ്പാവലല്ല. പിന്നെ കച്ചോലം ഇവിടെ കണ്ട്. പിന്നെ കൊടംപുളിയാണ്. കൊടംപുളി അത്യാവശ്യം ഇവർക്ക് കിട്ടുന്ന ഒന്നാണ്. നല്ല രീതിയിൽ കൊടംപുളി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്, കൊടംപുളി മരം. പിന്നെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഇവിടെ 2 ചട്ടിയിൽ സ്ട്രോബെറി കാണുന്നുണ്ട്. കസ്തൂരി വെണ്ട എടുത്ത് കറി വെച്ചിട്ടുണ്ടോ? കസ്തൂരി വെണ്ട. പിന്നെ ഇത് തന്നെ, ഇത് ഓറഞ്ച് കളറിലെ മത്തയില്ലേ, ആ മത്തയുടെ വിത്ത് കൊണ്ടുവന്ന് ഞാൻ വെറുതെ ഇട്ടാണ് മുളച്ചിട്ട്. അത് ഈ പ്രായത്തിലാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നത്. ഇതിങ്ങനെ മുറിച്ചെടുക്കും. നല്ല വിലയാണ് ഈ സാധനത്തിന്. ഇതാണ് കേട്ടോ ആസ്പരാഗസ്. ഇപ്പൊ വലുതായി വരുമ്പോഴാണ് ഇങ്ങനെ പോണത്. കണ്ടാ, ഇങ്ങനെ ആകുന്നതിന് മുമ്പ് നമ്മൾ ഈ പരുവത്തിൽ കുറെ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഒപ്പം വന്നം പൊട്ടി വരണാണല്ലോ. അപ്പൊ അത് പക്ഷെ അതിന് കിഴങ്ങൊന്നും ഉണ്ടാവൂല അതിന്റെ അടിയിൽ. അത് ഇതിനകത്തുണ്ട്. ഇതിപ്പോ ഈ പയറ് കയറി കിടക്കണ പയറ് കയറി. പിന്നെ എനിക്കില്ല അവിടെ ഒരു ഇതുണ്ട്, തായ് മൂസ എന്ന് പറഞ്ഞൊരു വാഴ ഉണ്ടല്ലേ, കുഞ്ഞ്. ഇത്ര പൊക്കം വെക്കുള്ളൂ, കുഞ്ഞു വാഴ. ഇതാണത്. തായ് മൂസ 2 കണ്ണ് വാങ്ങിച്ചു വെച്ചാണത്. പിടിച്ചു വരുവാന്ന് അറിയാന്ന് ഓർത്തിട്ടാണ്. അത് കൊലക്കാനായി കണ്ണു വന്നാ. അതെ, ഒരു കുഞ്ഞു തന്നെ ഉണ്ടല്ലോ. കൊലക്കാരായി വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എത്ര സാധാരണ ഇത്ര പൊക്കമൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. സാധാരണ വാഴ പോലെ 10 മാസം തന്നെ ആയിരിക്കും ഇതിന്റെ. അതിന്റെ ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വെച്ചിട്ട് 3-4 മാസമായിരുന്നു. ഒരു 2 മാസത്തോളം ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് ഇപ്പൊ താഴ്ത്തിറക്കിയുള്ളു. എന്തായാലും 5 മാസം കഴിഞ്ഞു ഉണ്ട്. അടുത്ത് വെച്ചപ്പോഴാണ് ഇത് പെട്ടെന്ന് വന്നത്. അതിലും മുമ്പ് എന്താണെന്ന് വെച്ചാൽ ഇത്രയല്ലേ ഉള്ളു, കുഞ്ഞു അതാണ്. അപ്പൊ അതിനെ വളർത്തിയെടുക്കാനായിട്ട് ഇത്തിരി സമയം എടുക്കും. ബട്ടർനട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നു. ബട്ടർനട്ട് എടുത്ത് പിന്നെ പച്ചക്കറികളും വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് കൊച്ചിന് പുഴുങ്ങി എടുത്തിട്ട് അടിച്ചു കൊടുക്കും. പഞ്ചസാര ഉപ്പൊക്കെ ഒന്നും ഇടൂല. എന്നിട്ട് അതൊരു കുറുക്ക് പോലെ എടുത്തിട്ട് അവളത് തിന്നുകയും ചെയ്യും. മത്തങ്ങയുടെ പോലെ തന്നെ ഇരിക്കണമെങ്കിൽ മത്തനക്കാലും ടേസ്റ്റ് ഇതാണ്. അതിന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ഓൺലൈനിൽ മേടിക്കണം.
ഇത് എന്തിനു വേണ്ടി നട്ടേക്കണേ? ഇത് നട്ടതാണോ ഇത്? ഇത് നട്ടതാണ്. ഇത് കിട്ടാൻ വഴിയില്ലാഞ്ഞിട്ട് എവിടെ നിന്ന് എനിക്കൊരു തൈ കിട്ടി ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ട് ഇത് ഇത് ഈ വാദത്തിനൊക്കെ നല്ല എണ്ണ കാച്ചാനും അതിനൊക്കെ നല്ലതാണ്. പിന്നെ മരുന്ന് കഞ്ഞിക്കാണ് ഇത് ഉപയോഗിക്കണത്. കുറുന്തോട്ടി മരുന്ന് കഞ്ഞി. ഇത് ചെറിയ കുറുന്തോട്ടി അല്ലേ? നല്ല കുറുന്തോട്ടിയാണിത്. നല്ല കുറുന്തോട്ടി ഇതാണ്. പക്ഷെ ഇത് വളം കൊടുത്തു കഴിയുമ്പോൾ ഇത് കാട് പോലെ ഇവിടെ നമുക്ക് നടക്കാൻ പറ്റാത്ത വിധത്തിൽ ഉണ്ടായി കിട്ടും. കുറുന്തോട്ടി അങ്ങനെയാണ്. പക്ഷെ വേനൽക്കാലത്ത് അതേപോലെ ഉണങ്ങിപ്പോവും. ഇല്ല, ഇവിടെ ഉണങ്ങൂല. ഇവിടെ എപ്പോഴും ഞാൻ ഈ നനക്കണോണ്ട് വെള്ളം വീണ് കൊടുക്കുമല്ലോ ഇവർക്ക്. അപ്പൊ അവര് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കണത്. എല്ലാം നമ്മള് നാട്ടിൻപുറത്തൊക്കെ കണ്ടേക്കണതേ ഈ വേനൽ വരുമ്പോൾ അതേപോലെ ഒക്കെ നിന്ന് ഉണങ്ങിപ്പോവും. ഇനിയിപ്പോൾ പൂവുണ്ടായി കഴിയുമ്പോൾ ഞാനിത് പറിക്കുക. അപ്പം മറ്റേ കുഞ്ഞുങ്ങൾ മുളച്ചു വരും. അപ്പോൾ കുറുന്തോട്ടിയുടെ അല്ല ചില ആളുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊന്ന് അടുപ്പിച്ച് കാണിച്ചു കേട്ടെ. ഇതേ പൂവ് തന്നെ ഉണ്ടല്ലോ. പൂവാണോ ഇത്? പൂവല്ല, കൂമ്പാണ്. വരാനായിട്ടില്ല, ഇത്രയും കൂടെ വലുതാവും. ഇതാണ് കുറുന്തോട്ടി കണ്ടില്ലെന്നാരും പറയരുത്. ഇത് മധുരലൗവി എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടിൻ്റെ മരമാണ്. മധുരലൗവി. ഈ കാണുന്നത് സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ടുള്ള മധുര തുളസിയാണ്. ഇത് ഷുഗറുകാർക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ കുറേ അധികം സ്ഥലത്തുണ്ടായിരുന്നു. ഇപ്പം ഉണ്ട്. ഇത് നല്ല റെഡാണ്, നല്ല മധുരമുള്ള റെഡാണ്. അങ്ങനെ നിരവധി ഫ്രൂട്ട്സുകൾ ഇവിടെ വേറെയും ഉണ്ട്. പല സാധനങ്ങളൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെ തപ്പിപ്പറക്കി കൊണ്ടുവരും. എന്നിട്ട് അത് നടും. ഷാജി അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കും. അത് നട് ഇത് നട്. ഗ്രൂപ്പ് ഉണ്ടല്ലോ, കൃഷി ഗ്രൂപ്പ്. പ്ലാന്റ്സ് ആൻഡ് സീഡ്സ്. ആ ഗ്രൂപ്പിലാണ് ഞാനൊരു അംഗമാണ്. ഞങ്ങൾക്ക് എല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടി ഞങ്ങൾ സീഡ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. പിന്നെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ശരിക്കും ഒരു കുടുംബം പോലെ. അത് തന്നെ. ഇപ്പം ഞങ്ങൾ ഓണപ്പരിപാടി നടക്കാൻ പോണേന്. ഞങ്ങൾക്ക് വളമെല്ലാം ഷാജിയും റിച്ചുമാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. അതിനകത്ത് പപ്പനാമൻ സാറൊക്കെ കൂടി ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കണത്. ഞങ്ങളോട് വേണമെന്ന് ചോദിക്കും. ഞങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർഡർ കൊടുക്കും. അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ നല്ല ഒരു രസത്തിന് ഞങ്ങൾ പോകുന്നു. പ്ലാന്റ്സ് ആൻഡ് സീഡ്സ് ആണ് നമ്മുടെ നട്ടല്. മഞ്ഞളൊക്കെ നടാനായിട്ട് എനിക്ക് ഇത് ഷാജിയാണ് എൻ്റെ അടുത്ത് എപ്പോൾ ചെയ്യണം, വളം ചെയ്യണം, എപ്പോൾ നടണം, അതിൻ്റെ എല്ലാത്തിൻ്റെയും പറഞ്ഞു തരുന്നത് ഷാജിയാണ്. പറഞ്ഞു തരാൻ ആൾ വേണം, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് തോറ്റു പോകും. അപ്പോൾ ഒരുപാട് പേര് ഈ കൊച്ചി കോർപ്പറേഷനിൽ സ്ഥലം പരിമിതിയുള്ളവരുണ്ട്, ടെറസ് കൃഷി ചെയ്യണവരുണ്ട്. അവർക്കൊക്കെ ഒരു ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും ഒരു നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കുടുംബം പോലെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.